ക്രിസ്മസ് രാവിലേക്ക് സ്വാഗതം. മനുഷ്യൻ ശരീരത്തിലും മനസ്സിനും വിശ്രമം കണ്ടെത്തുന്നത് കൂടുതൽ രാത്രിയിലാണ്. രാത്രിയിലാണ് സ്വപ്നങ്ങളുടെ ലോകം നമ്മുടെ മുമ്പിൽ തുറക്കുക. ബൈബിളിനെ സംബന്ധിച്ച് രാത്രി അനുഗ്രഹങ്ങളുടെ ഒരു ഖനിയാണ്. ലോകരക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന ജനതയ്ക്കും ആട്ടിടയർക്കും അരുളിപ്പാട് ലഭിക്കുന്നതും രാത്രിയിലാണ്. മാലാഖമാർ വരുന്നതും സന്ദേശം നൽകുന്നതും ബൈബിളിൽ നിന്ന് നാം വായിച്ചു മനസ്സിലാക്കുന്നത് രാത്രിയിലാണെന്നാണ്. യേശു പിറന്നത് രാത്രിയിലായതുകൊണ്ടാണ് ക്രിസ്മസ് രാത്രി യഥാർത്ഥത്തിൽ രാത്രിയുടെ പുണ്യമാകുന്നത്. എഫേസോസ് 2:10 പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നു, ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവത്തെ നാം നേരിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ. ദൈവത്തെ നാം പ്രപഞ്ചത്തിൽ കാണാൻ തുടങ്ങുന്നത് തന്നെ ഒരു ക്രിസ്മസിൻ്റെ അനുഭവമാണ്. ഒരു തുള്ളി വെള്ളത്തിൻ്റെ പുറകിൽ ഒരു വലിയ സമുദ്രം ഉള്ളതുപോലെ, ഒരു തുള്ളി വെള്ളത്തിൻ്റെ പുറകിൽ ഒരു മഴവിലുള്ളതുപോലെ, നാം ചെറുതായി കാണുന്ന ഏതൊരു കാര്യത്തിന് പുറകിലും യേശുവിൻ്റെ കരം ഉള്ളതുപോലെ, ശിശുവായി അവതരിച്ച ഈശോയുടെ പുറകിൽ വചനമായ ദൈവം ഉള്ളതുപോലെ. സങ്കീർത്തനം 42:1 വരണ്ട ഭൂമി ജലത്തിനു വേണ്ടി എന്ന പോലെ എൻ്റെ ആത്മാവ് ദൈവത്തിനായി കാത്തിരിക്കുന്നു എന്നതുപോലെ എല്ലാറ്റിനും ഈശോയെ കണ്ടെത്താൻ ഹൃദയ കവാടങ്ങൾ തുറന്നിട്ട് നമുക്ക് ഒരുങ്ങാം. ക്രിസ്മസ് രാത്രി ദൈവത്തിൻ്റെ സാന്നിധ്യവും നമുക്ക് കൂടുതൽ അറിയാം, ധ്യാനിക്കാം. ആമേൻ.